അങ്ങനെ ഒരുപാട് പേര് കാണാൻ കാത്തിരുന്ന ജാസ്മിൻ ഒരുപാട് ആഗ്രഹിച്ച ആള് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരൊക്കെ വന്നാലും ജാസ്മിൻ ആദ്യം ചോദിക്കുന്നത് ഈ ആള് വന്നില്ലേ എന്നാണ്, എപ്പോ വരുമെന്നാണ് ജാസ്മിൻ അറിയേണ്ടത്. അങ്ങനെ അവസാനം വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഗബ്രി കയറിയിരിക്കുകയാണ്. 100% കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജാസ്മിന്റെ പുന്നാര ഗബ്രിക്കുട്ടൻ ഇതാ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ജാസ്മിനോട് പണ്ടത്തെ പോലെ വലിയ കാര്യമായിട്ടുള്ള മൈൻഡ് ഒന്നും ഗബ്രി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഗബ്രി ഇന്നാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നാളത്തെ എപ്പിസോഡിലും അതുപോലെ തന്നെ നാളത്തെ ലൈവിലുമായിട്ട് നമുക്കത് കാണാം. ഏതൊക്കെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നാലും, പ്രത്യേകിച്ച് നമ്മുടെ റസ്മിൻ ബായ് വന്ന സമയത്താണ് ജാസ്മിൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഗബ്രി എപ്പോ വരും, എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ, ഞാൻ ആഗ്രഹിക്കുന്ന ആളെപ്പോ വരും എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജാസ്മിൻ കരഞ്ഞും വിഴിഞ്ഞും ഒക്കെ നടന്നിട്ട് ഇപ്പൊ അവസാനം ഗബ്രി വന്നപ്പോ വലിയ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെയാണ് ഗബ്രി ജാസ്മിനോട് പെരുമാറിയത്. അല്ലാതെ ജാസ്മിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമൊന്നും ഗബ്രി കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഗബ്രിക്ക് കാര്യം അറിയാലോ, പുറത്ത് എന്താണ് ജാസ്മിന്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഗബ്രിയും ജാസ്മിൻ തമ്മിലുള്ള ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ അവർക്ക് ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം ഗബ്രിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഒരു എന്താണ് കോംബോടെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനി ഒരു കണ്ടന്റ് ജാസ്മിനെ പിടിച്ചുണ്ടാക്കാനോ ഗബ്രിക്ക് താല്പര്യവും ഉണ്ടാവില്ല, അതിന്റെ ആവശ്യവുമില്ല. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗബ്രി. ഇനി പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കണ്ട് ഒന്ന് സന്തോഷിച്ചിട്ട് പോരാ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഗബ്രിയുടെ ഒരു കാര്യം പറഞ്ഞാൽ ഫുള്ള് പോസിറ്റീവ് മൈൻഡാണ് പുള്ളിക്കാരൻ. ആരെയൊക്കെ കണ്ടാലും അല്ലെങ്കിൽ ഏതൊരു ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സും ഒക്കെ മുന്നിൽ കൂടെ പോയാലും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. അതുപോലെ തന്നെ എവിടെയും എന്താണ് താൻ ബിഗ് ബോസ് ഹൗസിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം ഗബ്രിയുടെ ഫേസിൽ ഉണ്ടാവില്ല. മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനോടും ഇതുവരെ ഗബ്രിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഗബ്രി കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു വീഡിയോയിലും ഒരു ഇന്റർവ്യൂവിലും വന്ന് ഗബ്രി മറ്റൊരു കണ്ടസ്റ്റന്റിനെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. എന്തൊക്കെയായാലും ഇതുപോലെ ബിഗ് ബോസ് ഹൗസിൽ കളിച്ചിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഗബ്രി. എന്തൊക്കെയായാലും ഒരുപാട് പേര് കാണാൻ കാത്തിരുന്ന അല്ലെങ്കിൽ ജാസ്മിൻ വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തപസിരുന്ന ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിലും ലൈവിലുമായിട്ട് നമുക്കത് കാണാം. എന്തൊക്കെയായാലും നാളത്തെ കണ്ടന്റുകളുടെ ഒരു ചാകര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗബ്രി ഒരു പ്രത്യേക രീതിയിലൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. എന്തൊക്കെയായാലും ജാസ്മിന് അത്ര സുഖകരമായിരിക്കില്ല. കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ സാധാരണ ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ തന്റെ ഒപ്പം കുറച്ച് നാൾ ബിഗ് ബോസ് ഹൗസിൽ താമസിച്ച ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിലാണ് ഗബ്രി പെരുമാറിയിരിക്കുന്നത്. ജാസ്മിൻ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് പോലെ എനിക്ക് ഇപ്പൊ കാണണം, ഞാൻ ആഗ്രഹിക്കുന്ന ആള് വരണേ അങ്ങനെ ഒന്നും ഗബ്രി കാണിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പെരുമാറിയതുപോലെ തന്നെ ജാസ്മിനോടും പെരുമാറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിലും ലൈവിലുമായിട്ട് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്